this is the last video of the poem The Trees. ഇന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റാൻസ. My mind is full of whispers, which tomorrow will be silent. Listen, the glass is breaking. The trees are stumbling forward into the night. Winds rush to meet them. The moon is broken like a mirror. Its pieces flash now in the crown of the tallest oak. My mind is full of whispers. Yes, my mind is full of whispers. ഏതാണ് ഈ whispers എന്ന് ഉദ്ദേശിക്കുന്നത്? Murmuring sound produced by the leaves or the lichens, which tomorrow will be silent. നാളെ ഈ സൗണ്ട് ഒന്നുമില്ല. Those sounds could not be heard anymore. കാരണം അവരെല്ലാവരും പോവാണ്, അവരതിനു വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ലിസൺ പോയിട്ട് റീഡേഴ്സിനോട് പറയാണ്, ലിസൺ, സംതിങ് great is going to happen. A vast change is going to happen. The glass is breaking. Yes, finally the glass is breaking. Yes, that glass അവർ ബ്രേക്ക് ചെയ്തു. ഗ്ലാസ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ആവാം, അല്ലെങ്കിൽ വിൻഡോ പെയിൻ ആവാം, എന്തെങ്കിലും ആ ഒരു ഹൗസിൽ നിന്ന്, കൺഫൈൻമെന്റിൽ നിന്ന് അത് എസ്കേപ്പ് ആവുന്നു എന്നാണ് കാണിക്കുന്നത്. The trees are stumbling forward into the night. Yes, the trees are stumbling forward. They're about to trip over. വീഴാൻ പോവാണ്. ട്രീസ് നൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ വീഴാൻ പോവാണ്. കാരണം മേ ബി ബിക്കോസ് ഓഫ് ദ നൈറ്റ്, ഡാർക്ക്നെസ് ആണ്, നൈറ്റ് കാരണമാണ്. ആ നൈറ്റ് എന്താണ്? അവരുടെ ലൈഫിലെ ഇരുട്ട് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി അത് പിച്ചു വെച്ച് തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ആദ്യം വീഴും, വീണിട്ട് എഴുന്നേക്കും. ആദ്യമായി ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The trees are stumbling forward. They are moving out into the world which is a new one for them. അപ്പോൾ അവർക്കത് അറിയില്ല, അതുകൊണ്ട് അവർ വീഴുന്നതാവാം. Winds rush to meet them. See, the wind might be blowing. അതിനെ പറഞ്ഞിരിക്കുന്നത് winds rush എന്നാണ്. Just like they are welcoming the trees. Winds വെൽക്കം ചെയ്യുന്നു ട്രീസിനെ. The moon is broken like a mirror. Its pieces flash now in the crown of the tallest oak. See, in the previous stanza, moon full moon ആയിരുന്നു അല്ലെ, whole moon ആയിരുന്നു. ഇവിടെ moon broken ആവുകയാണ്. The moon is broken like a mirror. Its pieces flash now in the crown of the tallest oak. Oak എന്ന് പറയുന്നത് വളരെ സ്റ്റേർഡി ആയിട്ടുള്ള, വളരെ സ്ട്രോങ് വുഡുള്ളൊരു ലാർജ് ട്രീ ആണ്. ഫർണിച്ചറൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓക്ക് ട്രീ, ടോൾ ആയിട്ടുള്ള ഓക്കാണ്. ഈ ടോളസ്റ്റ് ഓക്കിന്റെ ബ്രാഞ്ചസ് ഈ മൂണിനെ എന്താണ്, ഓവർ ഷാഡോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മൂൺ പഴയതുപോലെ ക്ലിയർലി വിസിബിൾ അല്ല. അപ്പം നമ്മൾ അതെങ്ങനെ ഇരിക്കും? ഈ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ എന്താണ് ട്രീസ് നോക്കൂ, ഈ ഒരു ഇമേജ് നോക്കിയാൽ മതി. ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ് കവർ ചെയ്ത് മൂൺ എങ്ങനെ ആയിരിക്കുന്നു നോക്കിക്കേ. അവിടെ ഇവിടെയും പീസസ് ആയിട്ട് മൂണിനെ കാണുന്നു എന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് പീസസ് ഫ്ലാഷ് നൗ ഇൻ ദ ക്രൗൺ. ഓക്കെ, ഈ ഇൻ ദ ക്രൗൺ എന്ന് പറയുന്നത് ടോപ്പ് ലെയർ ഓഫ് എനിത്തിങ്, എന്തിന്റെയും ടോപ്പ് ലെയർ ആണ്. അപ്പൊ ഇവിടെ ടോപ്പ് ലെയർ ഓഫ് ദ ഓക്ക് ട്രീ ആണ് പറയുന്നത്. ടോളസ്റ്റ് ഓക്ക്, സ്ട്രോങ് ഓക്ക്, ഇത് സ്ട്രോങ് ആയിട്ടൊരു ട്രീ ആണ്. ആ ട്രീയുടെ ബ്രാഞ്ചസിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ പീസസ് ഓഫ് മൂൺ ഇരിക്കുന്നു എന്നാണ് പോയറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ അത് ഫുൾ മൂൺ ആയിരുന്നു, ഇപ്പോൾ അത് ബ്രോക്കൺ ആണ്. ബ്രോക്കൺ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്നു, അവിടെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് പീസസ് ഫ്ലാഷ് നൗ ഇൻ ദ ക്രൗൺ. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഷൈൻ, പീസസ് ആയിട്ട് ഇപ്പൊ കാണുന്നു. ബിക്കോസ് ദ മൂൺ ഹാസ് ബീൻ ഓവർ ഷാഡോഡ് ബൈ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. ദ വിഷൻ ഈസ് നോട്ട് സോ ക്ലിയർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? സിമിലിയാണെന്ന് നമുക്കറിയാം. Moon, the broken pieces of the moon or the fragments of the moon has been compared to broken mirror. അതുകൊണ്ട് അവിടെ സിമിലിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതാണ് ഇതിന്റെ ലിറ്ററൽ ലെവൽ മീനിങ് വരുന്നത്. ഇനി നോക്കിക്കേ, മൈ മൈൻഡ് ഈസ് ഫുൾ ഓഫ് വിസ്പേഴ്സ്. നമ്മൾ ഇതിന്റെ സിംബോളിക് മീനിങ്ങിലേക്ക് പോവാണ്. വിച്ച് ടുമോറോ വിൽ ബി സൈലന്റ്. അപ്പം ഈ വിമൻ എല്ലാം ദേ വെയർ ഹാവിങ് എ കോൺവെർസേഷൻ അമംഗ് ദംസെൽസ്. അവരുടെ പ്ലാൻസ്, അവരുടെ സീക്രട്ട്ലി അവരുടെ പ്ലാൻസ് വിസ്പറിംഗ് ആണ്, മർമറിംഗ് ആണ്. പതുക്കെ അവരുടെ പ്ലാൻസ് ഡിസ്കസ് ചെയ്യാണ്. വെളിയിലേക്ക് പോയി കഴിയുമ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ ആയിരിക്കാം. അപ്പം വിച്ച് ടുമോറോ വിൽ ബി സൈലന്റ്, നാളെ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല, ഈ ഡിസ്കഷൻസ് ഒന്നും പറ്റില്ല. ബിക്കോസ് ദേ ആർ എൻറ്ററിങ് ദ സൊസൈറ്റി
they are busy with their activities, their own world, their own activities in the world. പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ ദേ മൈ ബി ബിസി ആകുമ്പോൾ ഈ സംസാരം ഒന്നും കേൾക്കാനുണ്ടാവില്ല. അപ്പൊ ആ സമയത്താണ് ലിസൺ എന്ന് പോയിട്ട് പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എ ഗ്രേറ്റ് ചേഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലേ? ഇത്രയും നാളും അൺക്വസ്റ്റ്യനബിൾ ആയിട്ട് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്യുമ്പം ഒപ്പീനിയൻസ് വരും. ദേ വിൽ സ്റ്റാർട്ട് ഒപ്പൈൻ അബൌട്ട് എവറിത്തിങ്. അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യും. ആ ഒരു വ്യത്യാസം അതൊരു വലിയൊരു ചേഞ്ച് ആണ്. ആ ഒരു ചേഞ്ച് വരുന്നു, അതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പോയിട്ട് നമ്മളോട് പറയാണ്. ആൻഡ് ദ ഗ്ലാസ് ഇസ് ബ്രേക്കിംഗ്. ഈ ഗ്ലാസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഗ്ലാസ് സീലിംഗ് എന്നൊരു യൂസേജ് തന്നെയുണ്ട്. ബ്രേക്ക് ദ ഗ്ലാസ് സീലിംഗ് എന്ന് പറയും. അതായത് ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത് ഒരു ബാരിയർ ക്രിയേറ്റഡ് ബൈ ദ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ്. എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷനിലൊക്കെ നല്ല ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയുള്ള ലേഡീസിനെ, വിമൻ ഫോക്കിനെ, അവരെ കുറിച്ചാണ് പറയുന്നത്. അവരെ അവിടെ എത്തുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള ചില പ്രാക്ടീസസ്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ്, അതാണ് ആ ഒരു ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്നത്. അവരെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതെ നിൽക്കുന്ന ആ ഒരു ബാരിയർ ആണ് ആ ഒരു ഗ്ലാസ് സീലിംഗ്. ഈ ഗ്ലാസ് ഈസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ബ്രേക്കിംഗ് ദ ഗ്ലാസ് സീലിംഗ് എന്ന് തന്നെയാണ് വരുന്നത്. അതിനെ ഓവർകം ചെയ്യുന്നു. ആ അൺഫെയർ പ്രാക്ടീസസിനെയോ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയോ ഓവർകം ചെയ്യുന്നു. ഹിയർ ദേ ഹാവ് ഓവർകം ദാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേ ഹാവ് ഓവർകം ദാറ്റ്, അല്ലേ? ദ ഗ്ലാസ് ഈസ് ബ്രേക്കിംഗ്, യെസ്, ഫൈനലി ദേ ഹാവ് അറ്റൈൻഡ് ദെയർ ഇമാൻസിപ്പേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദ ഗ്ലാസ് ഈസ് ബ്രേക്കിംഗ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ട്രീസ് ആർ സ്റ്റംബ്ലിംഗ് ഫോർവേഡ് ഇൻ ടു ദ നൈറ്റ് എന്ന് പറയുമ്പോൾ വുമൻ ഈസ് ഗോയിങ് ടു ടേക്ക് എ ന്യൂ സ്റ്റെപ്പ്, എ ന്യൂ ടേൺ ഓഫ് ലൈഫ്, എ ന്യൂ ലീഫ് ഇൻ ദെയർ ലൈഫ്, അല്ലേ? അപ്പോൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദെയർ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കാര്യമാണ് അവർ അറിയാൻ പോകുന്നത്, അവർ ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി അവിടെ വീഴ്ചയുണ്ടാവും. അതുകൊണ്ടാണ് ദേ ആർ അബൌട്ട് ടു ട്രിപ്പ് ഓവർ എന്ന് പറയുന്നത്. ആൻഡ് ദ നൈറ്റ് ആണ്, നൈറ്റ് ടൈം ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഡാർക്ക്നെസ് ആണ് അവരുടെ മുൻപിൽ. അവരുടെ ലൈഫ് ഇത്രയും നാളും എംപ്റ്റി ആണ്, ബാരൻ ആണ്. എന്താണ് ഇനി എന്നുള്ളതിലും നിശ്ചയമില്ല, കൺഫ്യൂഷൻസ് ആണ്. സോ അട്ടർലി ഡാർക്ക് ആണ് നമുക്ക് പറയാം. ആ സമയത്ത് അവരെ വെൽക്കം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അവരെ ഫേവറബിൾ ആയിട്ട് വെൽക്കം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഫേവറബിൾ ആയിട്ടുള്ള തിങ്സ് ഉണ്ടാവും. അതായിരിക്കും വിൻസ് റഷ് ടു മീറ്റ് ദം, വെൽക്കം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ദ മൂൺ ഈസ് ബ്രോക്കൺ ലൈക്ക് എ മിറർ. നോക്ക്, നേരത്തെ നമ്മൾ മൂണിനെ, ഫുൾ മൂൺ ആയിരുന്നു, അവിടെ ആ മൂണിനെ ഓവർ ഷാഡോ ചെയ്യാൻ ബ്രാഞ്ചസോ ഒന്നുമില്ലാത്ത ബാരൻ ആയിരുന്നു, അല്ലേ? അത് ക്ലിയർ ആയിരുന്നു, അതുകൊണ്ട് വിഷൻ. പക്ഷെ ഇപ്പോൾ ഈ മൂൺ ബ്രോക്കൺ ആണ്, ലൈക്ക് എ മിറർ പോലെ. മിററിന്റെ പീസസ് കാണുന്നത് പോലെ മൂൺ ഇവിടെ ബ്രോക്കൺ ആയി, ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ട്രീസ്, അല്ലെ? ട്രീസിന്റെ പ്രസൻസ് കാരണമാണ് മൂൺ ബ്രോക്കൺ ആയത്. ഇവിടെ ട്രീസ് ആരാണ്? വിമൺ ആണ്. സോ വിമന്റെ പ്രസൻസ് കാരണം മൂൺ ബ്രോക്കൺ ആയെന്ന് പറയുന്നു. എന്നിട്ട് മൂണിനെ ഇപ്പൊ കാണുന്നത് എവിടെയാണ്? അവിടെ ഇവിടെ ആയിട്ട്, ഈ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസിൽ അവിടെ ഇവിടെയുമായിട്ട് ഷൈൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് മൈ ബി ഇത്രയും നാളും അവർ അൺക്വസ്റ്റ്യനബിൾ ആയിട്ട് ചലഞ്ച് ചെയ്യാൻ ആരുമില്ലാതെ അവരുടെ ഇഷ്ടത്തിന് നിന്നപ്പോൾ ഇപ്പോൾ ഒപ്പീനിയൻസ് വരാൻ തുടങ്ങി, സജഷൻസ് വരാൻ തുടങ്ങി. അതുകൊണ്ടായിരിക്കാം. ഓൾസോ നമുക്ക് ഇങ്ങനെയും പറയാം, ഇവർ രണ്ടുപേരും, ഒരു സൊസൈറ്റി കംപ്ലീറ്റ് ആവണമെങ്കിൽ എല്ലാവരും വേണം, അല്ലെ? അപ്പം ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ടോളസ്റ്റ് ഓക്ക് ട്രീയിൽ പീസസ് ഫ്ലാഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ബ്രോക്കൺ പീസസ് ഓഫ് മൂൺ ഫ്ലാഷ് ചെയ്യണു എന്ന് പറയുമ്പോൾ, ഓക്ക് ട്രീ എന്ന് പറയുന്നത് വുമനെ തന്നെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് മൂൺ നമ്മളിപ്പം ഇമാജിൻ ചെയ്യുന്നത് മെൻ ആയിട്ടാണെങ്കിൽ പീസസ് അവിടെ ഷൈൻ ചെയ്യുന്നു. അപ്പം അതായത് മാനും വുമനും ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്, അല്ലേ? രണ്ടുപേരും വേണം സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ. അപ്പം ബോത്ത് ഓഫ് ദം ആർ ഹാപ്പിലി കോ എക്സിസ്റ്റിംഗ്. ദേ ആർ ടേക്കിംഗ് ഡിസിഷൻസ് ടുഗെദർ. അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് കൊടുക്കുന്നു, ഒപ്പീനിയൻസ് കൊടുക്കുന്നു. ഇടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് അഗെയിൻ അതെല്ലാം സോൾവ് ചെയ്ത് ടുഗെദർ ദേ ആർ എക്സിസ്റ്റിംഗ് എന്ന് കൂടെ നമുക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.
ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ചാൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞത് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് പെർസോണിഫിക്കേഷൻ ഇവിടെയും ഉണ്ട്. വിൻസ് ബ്ലോയിങ്ങിനെ വിൻസ് റഷ് ടു മീറ്റ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ട്രീസ് ആർ സ്റ്റംബ്ലിംഗ് ഫോർവേഡ്, വീഴാൻ പോകുന്നു ട്രീസിനെ പറഞ്ഞിരിക്കുന്നത്. അത് അഗൈൻ ഒരു പെർസോണിഫിക്കേഷൻ ആണ്. പിന്നെ നമ്മൾക്കറിയാം സിമിലി ഉണ്ട്. ദ മൂൺ ഈസ് ബ്രോക്കൺ ലൈക്ക് എ മിറർ എന്ന് കമ്പയർ ചെയ്തു. അങ്ങനെ ട്രീസ് എന്നുള്ള പോയത്തിന്റെ അനാലിസിസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ചെയ്തിരിക്കുന്നത്. എൻ്റെതായ ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ട്. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.